ഇത് സമ്പൂർണ്ണമായിട്ടും പഠിച്ച് 100% ശരിയല്ല. എനിക്കറിയാവുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്തത്. അത് നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കണ്ടു നോക്കിയിട്ട് ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ അതോ ഒന്നും ചെയ്യാതിരിക്കണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത് ഒന്ന് നന്നായി കണ്ടു നോക്കുക, അത്രയേ ഉള്ളൂ. എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക, വീഡിയോ മുഴുവനും കാണുക. ഫയൽസ് എടുക്കുക, ഫയൽസ് എടുക്കുക, പ്രോഡക്റ്റിൽ പോയിട്ട് അതിൽ ആ ഫയൽസിൻ്റെ വെബ് എടുക്കുക. ഫയൽസിൻ്റെ വെബ് എടുത്തിട്ട് ആക്സസ് കൊടുക്കുക. ഒന്ന് നിഫ്റ്റി 50-യുടെയും നിഫ്റ്റി ബാങ്കിൻ്റെ എപ്പോഴും ചാർട്ട് അങ്ങനെ നോക്കുകയാണ് നല്ലത്. ഒരേ സമയം മൂവ് ചെയ്യുന്ന മാർക്കറ്റ് രണ്ടും ഒരേ സമയം മൂവ് ചെയ്യുമ്പോൾ മാത്രം ഓർഡർ എടുക്കുന്നതിന് എപ്പോഴും സുരക്ഷിതമായ ഓർഡർ എടുക്കാൻ പറ്റിയ സന്ദർഭം. എപ്പോഴും മാർക്കറ്റ് ഒരേ സമയം മൂവ് ചെയ്യണം. നിഫ്റ്റി ഒരു സൈഡിലോട്ടും ബാങ്ക് നിഫ്റ്റി മറു സൈഡിലോട്ടും പോവുകയാണെങ്കിൽ ഒരിക്കലും ഓർഡർ എടുത്ത് കളയരുത്. രണ്ടും ഒരേ സമയം ഏത് ദിശയിലേക്കാണോ മുകളിലോട്ട് കോൾ ഓപ്ഷനിലാണെങ്കിൽ കോൾ ഓപ്ഷൻ, അല്ലെങ്കിൽ പുട്ട് ഓപ്ഷനിലാണെങ്കിൽ പുട്ട് ഓപ്ഷൻ, ഒരേ സമയം മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ എപ്പോഴും CPR-ഉം പിവറ്റ് പോയിൻ്റ് ഒന്നിച്ച് കിട്ടുന്ന ചാർട്ട് ഫയൽസിൻ്റെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഫയൽസും ഗ്രോയും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഫയൽസാണ് എനിക്ക് കുറച്ചുകൂടെ സുഖകരമായി തോന്നിയത്. അപ്പോൾ അതിൽ CPR ഇന്ന് നാരോ CPR ആണ്. നാരോ CPR ഉള്ള സമയത്താണ് മാർക്കറ്റ് വളരെ കൂടുതൽ ഇറങ്ങുന്നത്, നല്ല രീതിയിൽ ഇറങ്ങുന്നത്. അപ്പം അതേപോലെ അങ്ങനെ നാരോ CPR ഉള്ള ദിവസം നോക്കുക, പിവറ്റ് പോയിൻ്റ് നോക്കുക. പിന്നെ ഇതേപോലെ EMI വളരെ ശ്രദ്ധിച്ച് നോക്കുക. EMI എടുത്ത് അതായത് ഇപ്പോൾ കയറി പോകുന്നുണ്ടോ, 10-ന്റെ EMI കടന്നു, 20-യുടെ EMI കടന്നു, 33-യുടെ EMIയിലെത്തി. പക്ഷേ 33-യുടെ EMI കടന്ന് വീണ്ടും പോയിരുന്നാലും എവിടെ പോയിരുന്നാലും മാർക്കറ്റ് 20-യുടെ EMIയിലോട്ട് തിരിച്ചു വരും. ഇപ്പം ഇത് നോക്കിയാലറിയാം. ഇതിപ്പം മിനിറ്റ് 55 ആയിട്ടുണ്ട്, 55 സെക്കൻഡ് ഇനി ബാലൻസ് ഉണ്ട്. അതിപ്പോൾ മാർക്കറ്റ് ഇവിടെ തന്നെ വന്ന് 33 EMIയിൽ തന്നെ വന്ന് നിന്നിട്ട് 33 EMIന്ന് വീണ്ടും 20-ലോട്ട് റിവേഴ്സ് ചെയ്യും മാർക്കറ്റ്. അതേപോലെ ഇതിപ്പോൾ കയറി 50-ലാണ് പോയിരുന്നെങ്കിൽ ഇവിടെ 50-യുടെ EMIയിലാണ് വന്നിരുന്നെങ്കിൽ പോലും മാർക്കറ്റ് 50-യുടെ EMIന്ന് വീണ്ടും 20-യുടെ EMIയിലോട്ട് തിരിച്ചു വരും. മാർക്കറ്റ് എപ്പോഴാണോ EMI കടന്ന് പോയിരുന്നാൽ ആ EMI റെസ്പെക്ട് ചെയ്ത് തിരിച്ചിറങ്ങി അതിൽ വീണ്ടും ടച്ച് ചെയ്തിട്ട് കയറി പോകുമ്പോഴാണ് അത് സ്ട്രോങ് ആയിട്ടുള്ള കയറ്റമായിട്ട് വരുന്നത്. അല്ല പുഷ് ചെയ്ത് വളരെ സ്പീഡിൽ കയറി പോയിരുന്നാലും മാർക്കറ്റ് ഏതുവരെ പോകുന്നോ അതുവരെ പോയിട്ട് മാർക്കറ്റ് തിരിച്ച് ഏതൊക്കെ EMIയിൽ ടച്ച് ചെയ്യാതെ തിരിച്ച് വന്നു ആ EMIയിലോട്ട് തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് കൂടെ നമ്മൾ വാച്ച് ചെയ്തോളണം. കാരണം ക്യാൻഡിൽ മൂവ്മെൻറ്റ് ചിലപ്പോൾ റിവേഴ്സ് ചെയ്ത് പോകുന്ന ഒരു ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം 10-ന്ന് കയറി 20-ൽ പോയിട്ട് വീണ്ടും റിവേഴ്സ് ചെയ്ത് 10-ൽ വന്ന് വീണ്ടും റിവേഴ്സ് ചെയ്ത് താഴോട്ടൊക്കെ കാണിച്ച് വീണ്ടും 20-ൽ കയറി പോയി, അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ക്യാൻഡിൽ തിരിച്ചു വരില്ല. ഇതിപ്പോൾ 20 കടന്നിട്ട് റിവേഴ്സ് ചെയ്യാതെ വന്നുകൊണ്ടാണ് ഇത് കയറി നേരെ 33-ൽ പോയിട്ട് 33-ന്ന് വീണ്ടും റിവേഴ്സ് ചെയ്യണം, 20-ലോട്ട് റിവേഴ്സ് ചെയ്യണം. ആ 20-ലോട്ട് ഒന്ന് റിവേഴ്സ് ചെയ്ത് ടച്ച് ചെയ്തിട്ട് മാത്രമേ അടുത്ത 50-ലോട്ട് പോവുകയുള്ളൂ. അതാണ് മാർക്കറ്റിൻ്റെ ഒരു രീതി. പക്ഷേ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിപ്പോൾ ഇത് കാണാം, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിടപ്പുണ്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ എൻഡിൽ വന്നാണ് അതങ്ങനെ നിൽക്കുന്നത്. എങ്കിൽ പോലും 20-ൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതിന് തിരിച്ച് പോകാൻ പറ്റുള്ളൂ. അതാണ് ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള മുകളിലോട്ടുള്ള മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് ടച്ച് ചെയ്യാതെ തിരിച്ച് കയറി പോയിരുന്നല്ല എവിടെയെങ്കിലും പോയിരുന്നാലും അത് തിരിച്ച് വരും. തിരിച്ച് വന്നാൽ 20-ൽ ടച്ച് ചെയ്യും. ഇപ്പോൾ 33-ന്ന് കയറി 50-ൽ പോയി 50-ന്ന് കയറി 75-ൽ പോയാലും മാർക്കറ്റ് ഒറ്റ അടിക്ക് കയറി പോയാലും തിരിച്ച് എവിടെയാണോ റിവേഴ്സ് ചെയ്യാത്ത ആ ഭാഗത്തേക്ക് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 20-ന്ന് 33 വരെ എന്ന് പറയുമ്പോൾ 13 പോയിൻ്റായി. ഈ 13 പോയിന്റിലോട്ട് മാർക്കറ്റ് തിരിച്ച് വരും. നമുക്ക് അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ഓർഡർ എടുക്കാൻ പറ്റും കേട്ടോ. മാർക്കറ്റ് തിരിച്ച് വരുന്നത് കേട്ടോ, മാർക്കറ്റ് അവിടെ വരും. അപ്പം ഇതിൽ നേരെ ഒന്ന് ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് പോയിരുന്നാലും തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഈ 20 EMI റിവേഴ്സ് ചെയ്ത് അതിൽ ചെന്ന് ടച്ച് ചെയ്തോളൂ, അതിൻ്റെ ആരോയിൽ ചെന്ന് ടച്ച് ചെയ്തോളൂ.
ഇനി മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നതെന്നുള്ളതാണെങ്കിൽ മാർക്കറ്റ് സ്വാഭാവികമായിട്ടും മാർക്കറ്റ് ജമ്പ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് അങ്ങ് തിരിച്ചു പോകും. ഇപ്പോൾ 20 വന്ന് ടച്ച് ചെയ്ത് തിരിച്ചു പോകണം. പിന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇംബാലൻസ് ഒക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പ് അത് വരച്ചു വെച്ചു. നമ്മൾ 1 മണിക്കൂറിൻ്റെയും 4 മണിക്കൂറിൻ്റെയാണ് പ്രധാനപ്പെട്ടത്. അത് പ്രധാനമായിട്ടും വരച്ചിട്ടു. നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ അടയാളപ്പെടുത്തി എല്ലാം കഴിഞ്ഞ് നമ്മൾ EMA ഇടുകയാണ്. EMA ഇടുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ EMA ഇതേപോലെ ക്ലോസ് ചെയ്ത് ചാർട്ട് മാത്രം കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഷോ ഓൾ ഇൻഡിക്കേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഇൻഡിക്കേറ്ററും തിരിച്ചു വരും. ക്ലോസ് ചെയ്യാൻ പറഞ്ഞാൽ ക്ലോസ് ചെയ്യും. അപ്പോൾ ചാർട്ടിൽ തന്നെ ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയും കാണാൻ പറ്റും. അല്ല ഇതെവിടെ എത്തിയെന്ന് അറിയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് EMA എല്ലാമായിട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. EMAയിൽ എങ്ങനെയാണ് മാർക്കറ്റ് തിരിച്ച് കയറുന്നതെന്ന് നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. പൊതുവെ വ്യാഴാഴ്ച ഈ ഓർഡർ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വ്യാഴങ്ങളിലാണ് പൊതുവെ എല്ലാവർക്കും പണി കിട്ടുന്നത്. മാർക്കറ്റ് ബുധനാഴ്ച ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നന്നായിട്ട് മൂവ് ചെയ്യാം. ബുധനാഴ്ച ഓർഡർ എടുക്കുന്നത് നല്ലതാണ്. അത് എല്ലാ ബുധനാഴ്ചയും സംഭവിക്കണമെന്നില്ല. എങ്കിൽ പോലും 4 ബുധനാഴ്ച ഉണ്ടെങ്കിൽ 3 ബുധനാഴ്ചയിലും മാർക്കറ്റ് നന്നായിട്ട് കയറും. എന്നാൽ വ്യാഴാഴ്ചകളിൽ പണി കിട്ടും. ബുധനാഴ്ച കയറാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മൂവ് ചെയ്യും. ആ ഒരു രീതിയാണ്. അപ്പോൾ ഇതേപോലെ EMA ഇട്ട് പഠിക്കുക വളരെ എളുപ്പമാണ്. 10 EMA വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത 20 EMAയിൽ പോവും. 20 EMAയിൽ പോയി കഴിഞ്ഞാൽ അടുത്ത മാർക്കറ്റ് 33 EMAയിൽ പോവും. അത് കഴിഞ്ഞാൽ 33 EMA കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 50s മാർക്കറ്റ് 50യുടെ EMAയിൽ പോവും. 50യുടെ EMA കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്തത് 75ൻ്റെ EMAയിൽ പോവും. 75 EMAയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 100ൻ്റെ EMAയിൽ പോവും. 100ൻ്റെ EMA കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 150യുടെ EMAയിൽ പോവും. 150യുടെ EMA കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത 200ൻ്റെ EMAയിൽ പോവും. 200ൻ്റെ EMAയും കടന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അടുത്ത പോകുന്നത് 300ൻ്റെ EMAയിലാണ്. 300ൻ്റെ EMAയിൽ പൊതുവെ നിൽക്കാറില്ല. 300ൻ്റെ EMA കടന്ന് SMA 200 എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അവിടേക്ക് പോകും. SMA 200 മാർക്കറ്റ് പോകുന്നത്. 300ൻ്റെ EMAയിൽ സാധാരണ മാർക്കറ്റ് നിൽക്കില്ല. ഈ 200 കഴിഞ്ഞ് കഴിഞ്ഞാൽ EMA കടന്നു കഴിഞ്ഞാൽ അടുത്ത SSMAയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യും. അവിടെ നിന്ന് തിരിച്ച് 200 റിവേഴ്സ് ചെയ്യും. അങ്ങനെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. EMA 440 എന്ന് പറയുന്ന സ്ഥലം വരെ മാർക്കറ്റ് പോകും. 440യിൽ പോയിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും. EMA 440യിലും കടന്ന് വീണ്ടും മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ EMA 600ൽ പോകും. അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യും. EMA 600ൽ നിന്നും മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇതുവരെ വരും. EMA 800 വരെ വരും. EMA 800 സ്റ്റോപ്പ്. അവിടെ വണ്ടി നിൽക്കും. ആ EMA 800ൽ നിന്ന് മാർക്കറ്റ് പിന്നെ റിവേഴ്സ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ആയിരിക്കും പോകുന്നത്. EMA 800 കടന്ന് ചില സമയത്ത് പോകാറുണ്ട്. അതാണ് EMA 1000. ഈ 1000ൽ പോയി മാർക്കറ്റ് ഇടിച്ച് നിൽക്കുക. അതോടെ തീർന്നു. പിന്നെ മാർക്കറ്റ് റിവേഴ്സുകൾ എത്ര ഇടിച്ച് പറത്തി പറഞ്ഞ മാർക്കറ്റ് ആയിരുന്നാലും ഈ EMA 800 വരെ പോവും. അവിടെ ചെന്ന് നിൽക്കും. അതും കടന്നു പോയ 1000 വരെ. അത്രയും തന്നെ. അപ്പം മാർക്കറ്റ് എവിടെയാണ് പോകണമെന്നുള്ളത് നമുക്ക് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. EMA ഓരോ EMAയും കടന്നേയും മാർക്കറ്റ് ഓരോ EMAയിലോട്ട് പോവുകയുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഉള്ളതാണ് ഈ പെവിറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പെവിറ്റ് പോയിൻ്റ് നമ്മൾ ഇട്ടോളണം. ഇപ്പം എവിടെയാണ് R3, R2, R1 ഇങ്ങനെ ഈ ഓരോ പെവിറ്റ് പോയിന്റിലും ചെന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് ഇവിടെ മുകളിൽ നിന്ന് താഴോട്ട് വരികയാണ്, പുട്ടടുത്ത് വരികയാണ്. R1 ഇവിടെ R1 വന്നു. R1 വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ജമ്പ് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ പോലും തിരിച്ച് റിവേഴ്സ് ചെയ്യും. അപ്പം താഴെ എത്ര ഇറങ്ങിയിരുന്നാലും നമുക്ക് റിവേഴ്സ് ധൈര്യമായിട്ട് എടുക്കാം. മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിരിക്കും. അതേപോലെ തന്നെ മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത്. R2 കടന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ശരി, ഇതുവരെ ഈ ഇംബാലൻസിൻ്റെ ഈ പോയിൻ്റ് വരെ ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് പോയിരുന്നാലും മാർക്കറ്റ് R2വിലോട്ട് റിവേഴ്സ് ചെയ്യും. R2വിൻ്റെ താഴെ വന്നിട്ട് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് R2 ടച്ച് ചെയ്യാതെ റിവേഴ്സ് ചെയ്യണമെങ്കിൽ വിചാരിച്ചിരണം താഴോട്ട് വന്നിരുന്നാലും ഇത് ടച്ച് ചെയ്യും. ഈ ലൈൻസിൽ കൃത്യമായിട്ട് വന്ന് ടച്ച് ചെയ്യുന്നവരെ മാർക്കറ്റ് നിൽക്കും. അപ്പം
ഇവിടെ വന്ന് ഒരു ആരോ അടിച്ച് ഒരു വാലിട്ടിട്ട് മാർക്കറ്റ് തിരിച്ച് റിവേഴ്സ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇറങ്ങണമെന്ന് വിചാരിച്ചാലും മാർക്കറ്റ് കുറച്ചിറങ്ങണം എന്ന് കാണിച്ചതിന് ശേഷം അതിലോ അതിൻ്റെ മുകളിലോ ടച്ച് ചെയ്തിട്ട് മാത്രമേ മാർക്കറ്റ് ഇറങ്ങുള്ളൂ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഇത് കാണിച്ചു തരാം. അപ്പം ഇതായത് നിൽക്കുന്നുണ്ട് മാർക്കറ്റ്. ഇനിയും വന്ന് ഇവിടെ വന്ന് ഇപ്പുറത്ത് ചാടിയതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ഈ ലൈൻസ് പിവറ്റ് പോയിന്റ് ടച്ച് ചെയ്തതിന് ശേഷം മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് കയറുള്ളൂ. ടച്ച് ചെയ്യാതെ ഒരിക്കലും വരില്ല. ചിലപ്പോൾ ഈ ക്യാൻഡിൽസ് ഇവിടെ വന്ന് നിന്ന് ഗ്രീൻ അടിച്ച് മുകളിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അത് മുകളിലോട്ട് തിരിച്ച് പോകുന്നതല്ല, തിരിച്ച് കോള കയറി പോകുന്നതല്ല, തിരിച്ച് ഈ ലൈൻസിൽ വന്ന് ടച്ച് ചെയ്യുക. അതേപോലെ തന്നെ മുകളിലോട്ട് പോയിരുന്നാലും അങ്ങനെ തന്നെയാണ്. തിരിച്ച് മാർക്കറ്റ് ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ നിന്ന് റിവേഴ്സ് ചെയ്തൊക്കെ കാണിച്ചിരുന്നാലും മാർക്കറ്റിന് ഇവിടെ വന്ന് ടച്ച് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ ലൈനിൽ സ്വാഭാവികമായിട്ടും വന്ന് ടച്ച് ചെയ്യും. ഇതെല്ലാം എൻ്റെ പരിചയത്തിലും എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് 100% ശരിയാണെന്നോ 100% തെറ്റാണെന്നോ പറയാൻ പറ്റില്ല. എങ്കിൽ പോലും എനിക്കിത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് 80% ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എടുക്കുന്നത്. ഇത് കറക്റ്റൊന്നുമല്ല, കൃത്യവുമല്ല, ഒന്നുമല്ല. ഇതിൽ പല മാറ്റങ്ങളും വന്നേക്കാം. പക്ഷേ എൻ്റെ മാത്രം എക്സ്പീരിയൻസാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ ഇത് പൂർണ്ണമായിട്ടും ശരിയാവണമെന്നും യാതൊരു നിർബന്ധമില്ല. പക്ഷേ എനിക്കത് 80% ശരിയാണ്. നമുക്കിത് 100% ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യണമല്ലേ നല്ലത്. അതുകൊണ്ട് അത് മറ്റുള്ളവർക്കും കൂടെ ഒന്നെടുത്ത് ചിലപ്പോൾ നിങ്ങൾക്കത് 50% ആവും, ചിലപ്പോൾ 40% ആവും, ചിലപ്പോൾ 20% ആവാം. അത് അവരവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇരിക്കും. അപ്പോൾ ഇതൊന്ന് കണ്ടു നോക്കുക. ജസ്റ്റ് മറ്റൊരു വ്യക്തി ചെയ്യുന്നത് എന്താണെന്നെങ്കിലും മനസ്സിലാക്കി വയ്ക്കാമല്ലോ. അതിൽ നിന്ന് നിങ്ങൾക്ക് പുതിയ ഐഡിയകൾ കിട്ടുമല്ലോ, അതെങ്കിലും മനസ്സിലാക്കി വയ്ക്കാമല്ലോ. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ അനുഭവങ്ങളും ഐഡിയയും ഒക്കെ കിട്ടും. എന്തായാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്ന അഭിപ്രായം കൂടെ എഴുതുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ സന്തോഷം.